الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم إن الذي فرض عليك القرآن لرادوك إلى معاد ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിന്റെ നിയമങ്ങളെ യഥാവിധി അനുസരിച്ച് പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജനിച്ച നാട്, വളർന്നു വന്ന നാട്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട് ഏതൊരു വ്യക്തിക്കും ഏറെ പ്രിയമുള്ളതാണ്. എന്നാൽ ലോകത്ത് പലർക്കും പല കാരണങ്ങളാൽ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജനതയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളും. അള്ളാഹു തന്ന നെറ്റിത്തടം അള്ളാഹുവിന്റെ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ വിലക്കപ്പെട്ടപ്പോൾ, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നതിന് വിലക്കപ്പെട്ടപ്പോൾ, അത് പ്രബോധനം ചെയ്യുന്നതിന് വിലക്കപ്പെട്ടപ്പോൾ, അതിന് അനുമതി ലഭിക്കുന്ന, സൗകര്യം ലഭിക്കുന്ന ഒരു നാട്ടിലേക്ക് അവർക്ക് സർവവും ത്യജിച്ച് പരിച്ചു നടേണ്ടി വന്നു, യാത്ര ചെയ്യേണ്ടി വന്നു. അതിനെയാണല്ലോ നമ്മൾ പ്രവാചകന്റെ ഹിജ്റ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ ആ പ്രൗഢമായ ചരിത്രത്തെ അഴവിറക്കിക്കൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം ഇസ്ലാമിൽ ഒട്ടേറെ സംഭവങ്ങൾ, ചരിത്ര പ്രസിദ്ധമായ
തങ്കലിപികളാൽ അടയാളപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധമായ മതത്തിന്റെ പൂർത്തീകരണത്തിന് കാരണമായിട്ടുള്ള ആ ഒരു അറഫ സംഗമം ചരിത്രത്തിലേറെ പ്രസിദ്ധമാണ്. ആളുകൾക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് സഹായകമായ വലിയ ഒരു സംഘത്തിനെതിരെ സത്യത്തിന്റെ ചെറിയ ന്യൂനപക്ഷത്തിന് വിജയം കൈവരിക്കാൻ സാധിച്ച ബദർ വലിയ ചരിത്ര സംഭവമാണ്. താൻ പുറത്താക്കപ്പെട്ട, തങ്ങൾ പുറത്താക്കപ്പെട്ട നാട്ടിൽ നിന്ന് എല്ലാം ത്യജിച്ച് എല്ലാം ഒഴിവാക്കി നാടുവിടേണ്ടി വന്ന് വീണ്ടും അതേ നാട്ടിലേക്ക് സർവസൈന്യാധിപന്മാരായി എല്ലാം നേടി തിരിച്ചു വന്ന് അങ്ങനെ സത്യവിശ്വാസികൾക്ക് ആഹ്ലാദവും സന്തോഷവും ഉണ്ടാക്കിയ മക്കം ഫതഹ് ഒരു വലിയ ചരിത്ര സംഭവമാണ്. അതുപോലെ ചരിത്ര സംഭവമാണ് ഹുദൈബിയ സന്ധി. അതേപോലെ തന്നെ ചരിത്രത്തിൽ ഓർക്കപ്പെടുന്ന ഒരു നിമിഷമാണ് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന് അനുഗ്രഹമായി നമ്മളിലേക്ക് കടന്നു വന്ന മുത്ത് റസൂൽ അവിടുത്തെ ദൗത്യമേറ്റെടുത്ത നുബുവത്തിന്റെ ദിവസം. അത് ചരിത്രമാണ്. അതേപോലെ ചരിത്രത്തിൽ ലോകം ദുഃഖത്തോടെ ഓർക്കുന്ന ദിനമാണ് മദീനയെ ഇരുട്ടിലാക്കിയ, ലോകത്തെ കരയിപ്പിച്ച പ്രവാചകന്റെ വിയോഗ ദിനം. ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ദിനങ്ങളാണ്. അതേപോലെ തന്നെ അത്ഭുതകരമായ യാത്ര ചെയ്ത, അങ്ങനെ ഒരു അത്ഭുതം നടന്ന ഇസ്റാ മിറാജ് ചരിത്രത്തിലേറെ പ്രസിദ്ധമാണ്. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ചരിത്രത്തിൽ നിലനിൽക്കെ ഇസ്ലാമിന്റെ കലണ്ടർ എവിടെ നിന്ന് എണ്ണി തുടങ്ങണമെന്ന് സഹാബാക്കൾക്കിടയിൽ ഉമറുല്ലാന്റെ കാലത്ത് ചർച്ച ചെയ്തപ്പോൾ അവർ തീരുമാനിച്ചത്, അവർ ഐക്യകണ്ഠേന ആലോചിച്ചെടുത്ത തീരുമാനം മുത്ത് റസൂലിന്റെ പ്രൗഢമായ ആ ഹിജ്റ മുതൽ ആരംഭിക്കാം എന്ന തീരുമാനത്തിലേക്കാണ് സഹോദരങ്ങൾ അവർ ഐക്യകണ്ഠേന എത്തിയത്. കാരണം അതൊരു സംഘത്തിന്റെ കേവലം ഒരു യാത്രയല്ല, മറിച്ചൊരു പ്രൗഢമായ ത്യാഗനിർഭരമായ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ജിഹാദാണത്. തന്റെ പ്രിയപ്പെട്ടതെല്ലാം, തനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം, തന്റെ കൂടെയുള്ളതെല്ലാം, തന്റെ നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം ഒഴിവാക്കേണ്ടി വന്ന് മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടന്നു വന്ന, മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകേണ്ടി വന്ന ആ ഹിജ്റ സഹോദരങ്ങളെ, ഏത് കാലഘട്ടത്തിലും നമ്മൾ അതിനെ കേൾക്കുമ്പോൾ, ആവർത്തിച്ച് വായിക്കുമ്പോൾ, ആവർത്തിച്ച് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്, ഉൾക്കൊള്ളാനുണ്ട്, കേൾക്കാനുണ്ട്, പകർത്താനുണ്ട്, ഹൃദ്യസ്ഥമാക്കാനുണ്ട്. അത്രമേൽ പ്രൗഢമാണ്, ത്യാഗനിർഭരമാണ് പ്രവാചകന്റെ ആ ഹിജ്റ. അതിൽ ചില പാഠങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു നല്ല രൂപത്തിൽ ഹൃദയം തുറന്ന് കേൾക്കാൻ, അത് ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒന്നാമത്തെ പാഠം എന്താ? ഒന്നാമത്തെ പാഠം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്റെ ഹിജ്റ എന്നുള്ളത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടായ ഒരു ചിന്തയോ പെട്ടെന്നുണ്ടായ ഒരു സംഭവമോ അല്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന് ആദ്യമേ അറിയാമായിരുന്നു, എന്റെ ഈ നാട്ടിൽ നിന്ന് ഞാൻ നാടുവിടേണ്ടി വരുമെന്ന്. അത്രമേൽ ഇഷ്ടമുള്ള, അത്രമേൽ പ്രിയമുള്ള എന്റെ നാട്ടിൽ നിന്ന് ഞാൻ പറിച്ചു നടുമെന്നും ഞാൻ പോകേണ്ടി വരുമെന്നും അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ഏൽപ്പിച്ച നുബുവത്തിന്റെ ഒന്നാമത്തെ നിമിഷം മുതൽ ആ പ്രവാചകനെ അറിയാമായിരുന്നു. അറിയില്ലേ നമുക്ക് ചരിത്രം? അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഹിറാ ഗുഹയിൽ നിന്ന് അള്ളാന്റെ റസൂൽ അള്ളാഹുവിനെ ഓർത്ത് കഴിയുന്ന ഒരു നിമിഷം, അവിടെയാണ് അള്ളാഹുവിന്റെ മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പ്രവാചകൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാ, പ്രവാചകരെ വായിക്കുക, മാ അന ബിഖാര, എനിക്ക് വായിക്കാൻ അറിയില്ല. വായിക്കുക പ്രവാചകൻ, വായിക്കുക മുഹമ്മദ്, എനിക്ക് വായിക്കാൻ അറിയില്ല. മാ അന ബിഖാര. അവിടുന്ന് സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ വഴി അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കെടുക്കുകയാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആദ്യത്തെ 5 വചനം. പ്രവാചകൻ ആ സംഭവത്തിൽ അങ്ങേറ്റം പേടിച്ചു വിറച്ച് ജിബ്രീൽ ആദ്യം കാണാണ്. പേടിച്ചു വിറച്ച് ഖദീജ ബീവിയുടെ അടുക്കലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്ക് എത്തിയിട്ട് ഖദീജയോട് പറയുന്നുണ്ട്, സമ്മിലൂനി യാ ഖദീജ,
പുതപ്പിട്ടു മൂടൂ ഖദീജ, പുതപ്പിട്ടു മൂടൂ ഖദീജ. അല്ലാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ചു പ്രിയപ്പെട്ട പത്നി. അങ്ങനെ കുറെ സമയത്തിന് ശേഷം ആശ്വാസങ്ങളും അതേപോലെ തന്നെ സമാധാനത്തിന്റെ വാക്കുകളും എല്ലാം പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിക്ക് അല്പം ഒരു ആശ്വാസം കിട്ടിയ ശേഷം അവർ നേരെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട വറഖത്ത് ഇബ്നു നൗഫൽ എന്ന വേദ പണ്ഡിതന്റെ അടുക്കലേക്ക് അവർ പോയി. എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടി വേദ പണ്ഡിതനായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് പോയി. അവിടുന്ന് റസൂലുള്ളാഹി അവിടെ എത്തിയപ്പോ എല്ലാ സംഭവങ്ങളും തുറന്നു പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് വേദ പണ്ഡിതനായ വറഖത്ത് ഇബ്നു നൗഫൽ പറയുന്നുണ്ട്, മുഹമ്മദ് അതാരാണെന്നറിയുമോ? പണ്ട് മൂസയുടെ അടുക്കലേക്ക് ദിവ്യ സന്ദേശവുമായി കടന്നു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണത്. ജിബ്രീലാണത്, ആ മലക്കാണത്. മൂസയുടെ അടുക്കലേക്ക് ദിവ്യ സന്ദേശവുമായി കടന്നു വന്ന ആ മലക്കാണത്. എന്നിട്ട് വറഖത്ത് ഇബ്നു നൗഫൽ തുടർന്ന് പറയാണ്, ലൈതനി അകൂനു ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക. മുഹമ്മദേ, താങ്കളുടെ ജനത താങ്കളുടെ നാട്ടിൽ നിന്ന് താങ്കളെ പുറത്താക്കുന്ന ദിനം ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. താങ്കളുടെ നാട്ടുകാർ പുറത്താക്കുന്ന ആ ഒരു ദിനം അന്ന് എനിക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്ര നന്നായേനെ എന്ന് വറഖത്ത് ഇബ്നു നൗഫൽ കൂട്ടിച്ചേർക്കുമ്പോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ മുഖ്രിജിയഹും, എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കാനോ? അല്ലമീൻ എന്ന നാമകരണം ചെയ്തു എല്ലാ രംഗത്തും എന്നെ വിശ്വസ്തനായി കൊണ്ടു നടന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ എന്നെ പുറത്താക്കാനോ? സാദിഖ് എന്ന നാമവിശേഷണം നൽകിയ എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കാനോ? അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായാൽ വിശ്വസ്തനായി എന്നെ സമീപിച്ചവർ എന്നെ പുറത്താക്കാനോ? എന്താണ് വറഖത്ത് ഇബ്നു നൗഫൽ അങ്ങ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ വീണ്ടും വറഖത്ത് ഇബ്നു നൗഫൽ പറയാണ്, ഖാല നഅം, അതേ മുഹമ്മദ്, നിങ്ങളുടെ നാട്ടുകാർ ഈ മക്കക്കാർ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും. ലം യഅതി റജുലുൻ ഖത് ബിമിസ്ലി മാ ജഅത ബിഹി ഇല്ലാ ഉദിയ. മുഹമ്മദെ അറിയുക, ലോകത്ത് ഈ സത്യം കൊണ്ട് ആരൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അവരുടെ നാട്ടുകാർ അവരെ പുറത്താക്കിയിട്ടുണ്ട്. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. മുഹമ്മദെ, അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്നോടൊപ്പം ശക്തമായി നിന്നെ സഹായിച്ചിട്ട് ഒപ്പമുണ്ടാകും. സഹോദരങ്ങളെ, ഈ ചരിത്രം പഠിപ്പിക്കുന്നത് നുബുവ്വത്തിന്റെ ഒന്നാമത്തെ നിമിഷം മുതൽ ആ പ്രവാചകന് ബോധ്യം വന്നു, എന്റെ നാട്ടുകാർ പുറത്താക്കുമെന്ന ബോധ്യം. എന്റെ കൂട്ടുകാർ, എന്റെ കുടുംബക്കാർ, എന്റെ അനുയായികൾ, എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എന്നെ പുറത്താക്കുമെന്ന ബോധ്യം നുബുവ്വത്തിന്റെ ഒന്നാമത്തെ നിമിഷം മുതൽ ആ പ്രവാചകൻ ഉണ്ടായി. എന്നിട്ടും കേൾക്കണേ സഹോദരങ്ങളെ, 10 വർഷം എല്ലാ പ്രയാസങ്ങളും സഹിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് ആ പ്രവാചകൻ ആ നാട്ടിൽ ജീവിച്ചു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏൽപ്പിച്ച ആ ദൗത്യം 1% പോലും കുറവ് വരുത്താതെ, റബ്ബ് പറയാൻ പറഞ്ഞത് പറയാതെ, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതെ, അങ്ങനെ നിർവഹിക്കാതെ ആ പ്രവാചകൻ അവരുടെ ദൗത്യം പൂർത്തിയാക്കിയിട്ടില്ല. സഫാ കുന്നിന്റെ താഴ്വരയിൽ എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ വിളിക്കുമ്പോ ആ പ്രവാചകൻ അറിയാമായിരുന്നു, ഈ കുടുംബക്കാരും ഈ നാട്ടുകാരും എന്നെ പുറത്താക്കുന്ന ഒരു പ്രഖ്യാപനത്തിലേക്കാണ് ഞാൻ പോകുന്നത്. പക്ഷേ ആ പ്രവാചകൻ വിളിക്കാതിരുന്നിട്ടില്ല, ചെയ്യാതിരുന്നിട്ടില്ല. അങ്ങാടിയിലേക്ക് ദീനുമായി വിളംബരം ചെയ്യുമ്പോ, സത്യം പ്രഖ്യാപിക്കുമ്പോ ആ പ്രവാചകൻ അറിയാമായിരുന്നു, എന്നെ പുറത്താക്കുന്ന, എന്നെ നാട് കടത്തുന്ന ഒരു യാഥാർത്ഥ്യവുമായിട്ടാണ് ഞാൻ അങ്ങാടിയിലേക്ക് കടന്നു വന്നത്. പക്ഷെ ആ പ്രവാചകൻ അത് നിർവഹിക്കാതിരുന്നിട്ടില്ല. ഈ ചരിത്രം ആവർത്തിച്ച് കേൾക്കുന്ന എന്റെ പൊന്നു യുവാക്കളെ, മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ ജീവിതം ഒന്ന് താരതമ്യം ചെയ്യൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വന്നാല് ദീനിൽ നിന്ന് അകലുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാസം, ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് ചെറിയ വിഷമം വന്നാൽ ദീനിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരായിട്ടല്ലേ നമ്മൾ പോകുന്നത്. താടി നീട്ടി വളർത്തുമ്പോ ആളുകൾ കളിയാക്കുമ്പോ പരിഹസിക്കുമ്പോ സുന്നത്തനുസരിച്ച് ജീവിക്കുമ്പോ നമ്മൾ എന്താണ് ആ രൂപത്തിൽ ദീനിനെ സ്വീകരിക്കാതെ അതിന്റെ നിയമങ്ങളിൽ നിന്നും പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.
എങ്കിൽ സഹോദരങ്ങൾ, ഈ പാഠം പഠിക്കുമ്പോ എന്റെ നാട്ടിലെ എന്റെ ആളുകൾ എന്നെ പുറത്താക്കുമെന്ന് അറിഞ്ഞിട്ടും ആ ദീന് കൃത്യമായി പഠിപ്പിച്ച പ്രവാചകന് ഇതിലൊരു പാഠമുണ്ട്, ഈ നമുക്കൊരു പാഠമുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉൾക്കൊണ്ട സത്യം ആളുകളിലേക്ക് പറയുമ്പോ നാട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനത്തിന് ഞാനില്ല, ഞാൻ ഇങ്ങനെ സ്മാർട്ടായിട്ട് ദീനനുസരിച്ച് ജീവിച്ചാൽ കുടുംബം അകലാൻ ചാൻസ് ഉണ്ട്. ഞാൻ താടി നീട്ടി വളർത്തുന്നത് എന്റെ ഭാര്യ ഇഷ്ടമല്ല, എന്റെ കുടുംബത്തിന് ഇഷ്ടമല്ല, മക്കള് പേടിച്ചു പോകും എന്നൊക്കെ പറയുന്ന പ്രഖ്യാപിക്കുന്ന ആവർത്തിച്ച് കേൾക്കുന്ന മുസൽമാരെ, എന്റെ നാട്ടുകാരെന്നെ പ്രയാസപ്പെടുത്തുമെന്ന് അറിഞ്ഞിട്ടും ഒരു നിമിഷം പോലും ദൗത്യ നിർവഹണത്തിൽ നിന്ന് മാറി നിൽക്കാത്ത ആ പ്രവാചകന്റെ ജീവിതത്തിൽ, ആ ഹിജ്റയിൽ നമുക്ക് പാഠം സ്വീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? അതുകൊണ്ട് ഈ പാഠം മനസ്സിലാക്കേണ്ടത്, ദീനിനെ നമ്മൾ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും കൊണ്ടു നടക്കണം, ദീനിന്റെ നിയമങ്ങൾ കൊണ്ടു നടക്കണം, അത് ചേർത്ത് പിടിക്കണം. ഒരുപക്ഷെ നാട്ടുകാർ ഒറ്റപ്പെടുത്താം, കൂട്ടുകാർ ഒറ്റപ്പെടുത്താം, ആരും കൂടെയുണ്ടാവില്ല, പക്ഷേ ദീന് സ്വീകരിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തണമെന്നാണ് ഈ പാഠം നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ പാഠം നടന്ന സഹോദരങ്ങളെ, നബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകന്റെ കൂടെ ഒപ്പം യാത്ര പോയത്. ആ അബൂബക്കർ സിദ്ദീഖിന്റെ മനസ്സ്, അതാണ് രണ്ടാമത്തെ പാഠം. ഉമറുല്ലാന്റെ കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ കൂടുതൽ ഉമറുല്ലാൻ ആൾക്കാർ പുകഴ്ത്തി പറയാൻ തുടങ്ങി, വാഴ്ത്തി പറയാൻ തുടങ്ങി. ഉമറുല്ലാനെ തിരുത്തി, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പകൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു രാവ്, ഞാനും എന്റെ കുടുംബവും ചെലവഴിച്ച എല്ലാ രാവുകൾക്കും സമമാകുകയില്ലെന്ന് മഹാനായ ഉമറുല്ലാൻ പറയാണ്. കാരണം എന്തറിയോ? റസൂലുള്ളാഹിനോടൊപ്പം നടന്ന ആ ഹിജ്റ യാത്രയാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത്. പ്രവാചകന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു യാത്ര ആരംഭിച്ച ചരിത്രം എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കും, ശേഷം പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ പിന്നിൽ നിൽക്കും, പിന്നെ വലതു ഭാഗത്ത് നിൽക്കും, പിന്നെ ഇടതു ഭാഗത്ത് നിൽക്കും, വീണ്ടും മുന്നിൽ നിൽക്കും, വീണ്ടും പിന്നിൽ നിൽക്കും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ അബൂബക്കർ മാലക, എന്തു പറ്റി അബൂബക്കറേ? തംശി സഅതൻ ബൈന യദൈ വസഅതൻ ഖൽഫി, ചില സമയത്ത് നീ എന്റെ മുന്നിൽ നടക്കുന്നു, ചില സമയത്ത് നീ എന്റെ പിന്നിൽ നടക്കുന്നു, എന്തു പറ്റി അബൂബക്കർ നിനക്ക് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു പോയി എന്നാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഓർത്തുപോകും, എന്റെ പ്രവാചകനെ ആരെങ്കിലും പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമേനിയിലേക്ക് ഒരമ്പങ്ങാനും ശത്രുവിന്റെ അമ്പങ്ങാനും എന്റെ റസൂലുള്ളാഹിന്റെ ഭൂമേനിയിലേക്ക് വന്നാൽ എന്ന് ഞാൻ ചിന്തിച്ചു പേടിക്കുമ്പോ ഞാൻ പെട്ടെന്ന് പിറകിലേക്ക് പോകും. വീണ്ടും ഞാൻ അങ്ങനെ പിറകിലേക്ക് വന്നിട്ട് ഞാൻ വീണ്ടും ചിന്തിക്കും, അല്ലാഹുവിന്റെ റസൂലിനെങ്ങാനും ആരെങ്കിലും മുന്നിൽ നിന്ന് ശത്രു ആക്രമിക്കുമ്പോ ഒരമ്പങ്ങാനും റസൂലുള്ളാഹിന്റെ ഭൂമിയിലേക്ക് തറച്ചാൽ അങ്ങനെ പേടിക്കുമ്പോ ഞാൻ വീണ്ടും മുന്നിലേക്ക് വരും. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്കും പിന്നിലേക്കും മാറി മാറി നടന്ന യാത്ര 1 മണിക്കൂറല്ല എന്റെ യുവാക്കളെ, 1 മണിക്കൂറല്ല, 1 ദിവസമല്ല, 2 ദിവസമല്ല, 1 തിങ്കളാഴ്ച സൗർ ഗുഹയിൽ നിന്ന് ആരംഭിച്ച ആ യാത്ര 8ാമത്തെ ദിവസം 1 തിങ്കളാഴ്ചയാണ് മദീനയിലേക്ക് എത്തുന്നത്. ചിന്തിച്ചു നോക്കൂ, ആ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവാചകനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ആ യാത്ര നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ചരിത്രം കേൾക്കാൻ എന്ത് മനോഹരായതുണ്ട് അല്ലെ, രസണ്ട് കേൾക്കാൻ. പക്ഷെ ഹൃദയം തുറന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നിന്റെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പ്രവാചകനെ, ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചിട്ടില്ലാത്ത ആ പ്രവാചകൻ കൊണ്ടുവന്ന മതത്തെ ആളുകൾ പരിഹസിക്കുമ്പോ, ശത്രുക്കൾ അതിനെ കൊത്തിവലിക്കുമ്പോൾ, അതിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനെ അവഹേളിക്കുമ്പോൾ, അതിനെ പല രൂപത്തിൽ എതിർത്ത് സംസാരിക്കുമ്പോ, ഇതേവരെ ജീവിതത്തിൽ 1 നിമിഷമെങ്കിലും എന്റെ പ്രവാചകൻ ഇങ്ങനെയാണ്, എന്റെ പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു പ്രവാചകനല്ല എന്റെ പ്രവാചകൻ, ഇത് ലോകത്തിന് മുഴുവൻ സന്ദേശമായി കടന്നു വന്ന പ്രവാചകനാണെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ആ പ്രവാചകന്റെ സുന്നത്തിനെ വ്യാപിപ്പിക്കാൻ, ആ പ്രവാചകന്റെ സന്ദേശം വ്യാപിപ്പിക്കാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ജീവിതത്തിൽ എത്ര സെക്കൻഡ് അബൂബക്കറിന്റെ ഈ ഹിജ്റയിലെ ചരിത്രം ആവർത്തിച്ചു കേൾക്കുന്ന എന്റെ യുവാക്കളെ, മുസ്ലിമീകളെ, നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണ്ടേ?
ആ അബൂബക്കർ പോയ സ്വർഗത്തിലേക്ക് പോകാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ചിന്തിക്ക്, ആ പ്രവാചകനെ സംരക്ഷിക്കുന്ന, സുന്നത്ത് സംരക്ഷിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതിന്റെ സഹോദരങ്ങളെ. മൂന്നാമതെന്തറിയോ? ദീനിനു വേണ്ടി ത്യാഗം സഹിക്കാൻ വിശ്വാസി സദാ സന്നദ്ധനാവണമെന്നാണ്. ദീനിനു വേണ്ടി എന്തിനേക്കാളും നമുക്ക് പ്രാധാന്യം നമ്മുടെ ദീനാണ്. അതാണ് ഹിജ്റ പഠിപ്പിക്കുന്നത്. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമയെയും ഭാര്യയായ ഉമ്മു സലമയെയും അതേപോലെ തന്നെ മകനെയും കൂട്ടിയിട്ട് ഹിജ്റ പോകുകയാണ്. ആ മക്ക വിട്ടു പോകുകയാണ്, ജീവിക്കാൻ അനുവദിക്കണില്ല. അങ്ങനെ മക്കയുടെ ബൗണ്ടറിയിലെത്തിയപ്പോ ശത്രുക്കൾ തടഞ്ഞു. അബൂ സലമയോട് പറഞ്ഞു, നിനക്ക് പോകാം, ഉമ്മു സലമ ഇവിടെ നിൽക്കണം, മകനും ഇവിടെ നിൽക്കണം. രണ്ട് ഗോത്രക്കാർ വന്നിട്ട്, ഉമ്മു സലമയുടെ ഗോത്രക്കാർ വന്നിട്ട് ഉമ്മു സലമയെ കൊണ്ടുപോയി. അതേപോലെ തന്നെ മകന്റെ ഗോത്രക്കാർ വന്നിട്ട് മകനെയും. അവർ മൂന്ന് വഴിക്കായി. അവിടെ അവർ കൊടുത്ത പ്രാധാന്യം തന്റെ മകനൊപ്പമില്ല, തന്റെ ഭാര്യയൊപ്പമില്ല. പക്ഷേ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവരെയും വിട്ട് അബൂ സലമ പോയത് ത്യാഗമാണ് മദീനയിലേക്ക്. 1 വർഷത്തോളം ത്യാഗനിർഭരമായി ശത്രുക്കളുടെ നടുവിൽ ജീവിച്ച ഉമ്മു സലമ ചെയ്തത് ദീനിനു വേണ്ടിയുള്ള ത്യാഗമാണ്. മകൻ ചെയ്തത് ദീനിനു വേണ്ടിയുള്ള ത്യാഗമാണ്. സഹോദരങ്ങളെ, ചരിത്രം അവസാനിക്കണില്ല. കേട്ടിട്ടില്ലേ സുഹൈബ് റൂമിയെ? മക്കയിൽ നിന്ന് ജീവിക്കാൻ അനുവദിക്കാത്തപ്പോ അവിടുന്ന് യാത്ര പോവുകയാണ്. മക്കയുടെ ബൗണ്ടറിയിൽ ശത്രുക്കൾ തടഞ്ഞു. സുഹൈബ് റൂമി, നിന്നെ പോകാൻ അനുവദിക്കൂല. പോകണമെങ്കിൽ നീ സമ്പാദിച്ചത് സകലതും ഈ മക്കയിൽ ഉപേക്ഷിച്ച്, കാരണം ഇവിടെ നിന്നാണ് പരത്തുന്നത് സമ്പാദിച്ചത്, മക്കയിൽ ഉപേക്ഷിച്ച് പോകണം. അതാണ് ശത്രുക്കളുടെ താക്കീത്. മഹാനായ സുഹൈബ് റൂമി പറഞ്ഞു, എന്റെ സമ്പാദ്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അടിയറവക്കാം, സമർപ്പിക്കാം. എന്റെ മദീനത്തു നബിയിലേക്ക്, എന്റെ പ്രവാചകന്റെ അടുക്കലേക്ക്, എനിക്ക് ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നെ പോകാൻ അനുവദിക്കൂ. ഞാൻ സമ്പാദിച്ച സകലതും ഞാൻ ഇവിടെ അടിയറവക്കാം. ത്യാഗമാണ് സഹോദരങ്ങളെ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ജീവിതം ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്നവരാണോ, അതിന്റെ നിയമങ്ങൾ കൊണ്ടു നടക്കുന്നവരാണോ, രാജപാതയൊന്നും ഉണ്ടാവില്ല. ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അങ്ങനെ ത്യാഗം സഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലേക്ക് ആ ത്യാഗം കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ജീവിതത്തിന്റെ നിഖില മേഖലകളൊന്ന് പരിശോധിച്ചു നോക്ക്. നമുക്ക് വലുത് നമ്മുടെ ദീനാണോ? നമുക്ക് ദീനാണോ? സുഹൈബ് റൂമി അധ്വാനിച്ചുണ്ടാക്കിയ കോടീശ്വരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വലുത് സമ്പത്തല്ല, അദ്ദേഹത്തിന് വലുത് റസൂലുള്ളാഹിന്റെ കൂടെ ദീനനുസരിച്ച് ആ മദീനയിൽ ജീവിക്കലാണ്. സകലതും ഇട്ടേച്ചു പോയി. നമ്മളോട് പറയണത് അങ്ങനെ സകലതും ഇട്ടേച്ചിട്ടൊന്നും പോകാൻ പറയണില്ല. സക്കാത്ത് 2.5% കൊടുക്കാൻ പറയുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മള് കഴിവിന്റെ അനുസരിച്ച് പള്ളിക്കും സദക്ക കഴിവിനനുസരിച്ച് കൊടുക്കാൻ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മള് കൃത്യമായിട്ട് 5 നേരങ്ങളിൽ ഒരു 10 മിനിറ്റ് വന്നിട്ട് കൃത്യമായിട്ട് ചെലവഴിക്കാനേ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മള് ഒരു 4:50 ബാങ്ക് കൊടുത്ത് 5:10 മറ്റോ സുബഹി നമസ്കാരം ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കാനേ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ദീനിന് ഉറക്കിനേക്കാൾ പ്രധാനമാണ് മനുഷ്യരെ, വിശ്വാസികളെ, നമസ്കാരം. ആ നമസ്കാരത്തെ, ആ ദീനിനെ വലിയ ഒരു ത്യാഗമായി നമ്മൾ അത് നിർവഹിക്കുന്നിടത്തേക്ക് നമ്മൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടത്. അതുകൊണ്ട് ഹിജ്റ പഠിപ്പിക്കുന്ന പാഠം കേട്ടു പോകാനല്ല സഹോദരങ്ങളെ. ജീവിതം എന്നുള്ളത് ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്നവരാണോ നമ്മൾ ത്യാഗം സഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. 4-മത്തത് സഹോദരങ്ങളെ, പ്രതീക്ഷയുടെ പാഠമാണ് ഹിജ്റ നൽകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ 8 ദിവസത്തെ യാത്ര മുന്നോട്ട് പോകുകയാണ്. യാത്ര ജുഹഫയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കിട്ടാതെ, വെള്ളം കുടിക്കാൻ കിട്ടാതെ അങ്ങേറ്റത്തെ പ്രയാസത്തിലാണ് റസൂലുള്ളാഹ്. ഒരു വേള ശത്രുക്കൾ ഏത് സമയത്തും കിട്ടിയാൽ കൊല്ലാനാണ് തീരുമാനം. അവരിൽ നിന്ന് ഒളിച്ച് പ്രവാചകൻ ഭക്ഷണം പോലും കഴിക്കാൻ കിട്ടാതെ യാത്ര പോവുകയാണ്. ജുഹഫയിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് അങ്ങേറ്റത്തെ ക്ഷീണമാണ്. ആ സമയത്തും പ്രവാചകൻ കൊതിച്ചുപോയി, ആഗ്രഹിച്ചുപോയി ഒന്ന് മക്കയിലേക്ക് തിരിച്ചു പോകാൻ. ജനിച്ചു വളർന്ന എന്റെ മക്കയിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ ആ പ്രവാചകൻ ആഗ്രഹിച്ചു പോയി. ആ സമയത്താണ് സഹോദരങ്ങളുടെ ആയത്തിറങ്ങുന്നത്. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദൂക ഇലാ മആദ്. നബിയേ, തീർച്ചയായും നിനക്ക് ഈ ഖുർആൻ നിയമമായി അവതരിപ്പിക്കപ്പെട്ട അല്ലാഹു ഉണ്ടല്ലോ, ആ റബ്ബ് നീ കുതിക്കുന്നിടത്തേക്ക് നിന്നെ തിരിച്ചെത്തിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂല്
റസൂലിന് അള്ളാഹു കൊടുത്തൊരു വാഗ്ദാനാണ്, ഒരു പ്രതീക്ഷയാണ്. കാത്തിരുന്നു. എങ്ങനെയാ മക്കയിൽ നിന്ന് പോയത്? ഒളിച്ചും പാത്തും പതുങ്ങിയും ശത്രുക്കളെ പേടിച്ചിട്ടും ആ രൂപത്തിലാണ് മക്കയിൽ നിന്ന് പോയതെങ്കിൽ മക്കയിലേക്ക് അള്ളാഹുവിന്റെ റസൂല് തിരിച്ചുപോയി. എല്ലാ അടികളെയും കൂട്ടി വിജയാരവം കൊണ്ട് ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ സർവസൈന്യാധിപനായി സർവാധികാരിയായി അള്ളാഹുവിന്റെ റസൂല് മക്കയിലേക്ക് തിരിച്ചുപോയി. അതാണ് അള്ളാഹ് പറഞ്ഞതെന്ന് ജുഹഫയിൽ നിൽക്കുമ്പോ, നബിയെ നിന്നെ തിരിച്ചെത്തിക്കുക തന്നെ ചെയ്യും. മക്കയുടെ മണ്ണിലേക്ക് നിന്നെ തിരിച്ചെത്തിക്കുക ചെയ്യും. മക്ക നിന്റെ അധീനയിലാവുക തന്നെ ചെയ്യും. നോക്കൂ സഹോദരങ്ങൾ, ആ പ്രതീക്ഷ പ്രവാചകനുണ്ടായിരുന്നു. നമുക്കും ആ പ്രതീക്ഷ വേണം സഹോദരങ്ങളെ. ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളുണ്ടോ, പ്രതീക്ഷ കൈവിടണ്ട. ശാരീരികമായ നഷ്ടങ്ങളാണോ? ആ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ റബ്ബിനെ എല്ലാം കഴിയും. പ്രതീക്ഷ കൈവിടണ്ട. സാമ്പത്തികമായ ബാധ്യതകളാണോ, പ്രശ്നങ്ങളാണോ, പ്രതീക്ഷ കൈവിടണ്ട. മുഹമ്മദ് നബിയെയും അനുയായികളെയും സഹായിച്ച ആ പ്രവാചകൻ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങളുണ്ടെങ്കിലും സഹോദരങ്ങളെ അത് അല്ലാഹു നമുക്ക് ആ നഷ്ടങ്ങൾ നികത്തിത്തരാൻ മാത്രം പ്രതീക്ഷയോടുകൂടി ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലും അനുയായികളും നടത്തിയിട്ടുള്ള ചരിത്ര പ്രൗഢമായിട്ടുള്ള ആ യാത്രയുടെ ഗുണപാഠങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അല്ലാഹുവിന്റെ റസൂല് ഹിജ്റയുമായി ബന്ധപ്പെട്ട് അഞ്ചാമതായി നമ്മെ പഠിപ്പിക്കുന്നത്, ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മക്കം ഫത്ഹിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന ശേഷം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. വിജയത്തിന് ശേഷം ഇനി ഒരു ഹിജ്റയില്ല. നമ്മൾ വിജയിച്ചിരിക്കുന്നു, നമ്മൾ സ്വതന്ത്രരായിരിക്കുന്നു, നമ്മുടെ തീരനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി ഹിജ്റയില്ല. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമുക്കതൊരു പാഠമാണ്. ജീവിച്ചിരിക്കുന്ന നാട്ടിൽ നിന്ന് ജീവിക്കാൻ, മതപരമായി ജീവിക്കുന്നതിന് തടസ്സമുണ്ട്, അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ പല യുവാക്കളെയും നാട് കടത്താൻ വേണ്ടി ഫത്വകൾ ഇറക്കിയവർ അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വചനം പറഞ്ഞത് നമ്മൾ ഗൗരവത്തോട് ഓർക്കേണ്ടതുണ്ട്, അല്ലെ? പലരും നമ്മൾ ഇന്ത്യ രാജ്യം വിട്ടിട്ട് സ്വതന്ത്രമായ മനോഹരമായ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യം വിട്ടിട്ട് മതമനുസരിച്ച് ജീവിക്കാൻ അനുവാദം ലഭിക്കുന്ന സൗകര്യമുള്ള ഈ നാട് വിട്ടിട്ട് പലർക്കും ഹിജ്റ പലരും ഹിജ്റ പോകണമെന്നും ആ രൂപത്തിൽ പലായനം ചെയ്യുന്നതൊക്കെ ഫത്വ ഇറക്കിയപ്പോ അവർ കേൾക്കാതെ പോയത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പ്രഖ്യാപനാണ്. ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. സ്വാതന്ത്ര്യത്തിന് ശേഷം, അതേപോലെ തന്നെ വിജയത്തിന് ശേഷം പിന്നെ ഹിജ്റയില്ല. നമ്മുടെ നാട് എന്ത് സുന്ദരമാണ് സഹോദരങ്ങളെ. ഇപ്പോഴും നമുക്ക് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ നാട്ടിൽ നമുക്ക് സാധിക്കണില്ലേ, അല്ലേ? ഈ രൂപത്തിൽ ഒന്ന് ഒരുമിച്ച് കൂടാൻ, ഇവിടെ നമസ്കരിക്കാൻ, അതേപോലെ തന്നെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ, പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലി മുഴക്കാൻ എല്ലാ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അങ്ങനെയുള്ള ആ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ദീനിയായിട്ട് ജീവിക്കണമെന്ന അങ്ങനെ ഒരു തിരിച്ചറിവാണ് സഹോദരങ്ങളെ ഒരു പാഠമായി ഹിജ്റ നമുക്ക് നൽകുന്നത്. ആറാമത്തെ പാഠം എന്താണ്? ആറാമത്തെ പാഠം, അങ്ങനെ ഹിജ്റയെ കുറിച്ച് കേൾക്കുന്ന പഠിക്കുന്ന നമ്മൾ പോകേണ്ട ഒരു ഹിജ്റ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയോ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിം അവന്റെ നാവ് കൊണ്ടും അവന്റെ കൈ കൊണ്ടും അവന്റെ ഷറിൽ നിന്നും രക്ഷപ്പെടുന്നവനാണ് മറ്റൊരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു പ്രയാസം കൊണ്ട് ഒരു മുസ്ലിമിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, അവനാണ് മുസ്ലിം. എന്നാൽ വൽ മുഹാജിർ, ആരാണ് മുഹാജിർ? മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മുഹാജിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഹിജ്റ പോകലാണ്, പലായനം ചെയ്യലാണ്. അള്ളാഹു തിന്മകൾ വിരോധിച്ചു, ഹറാമുകളായി കൊണ്ട് അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ച ആ വൃത്തികേടുകളിൽ നിന്ന്, ആ അധർമ്മങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ യാത്ര തിരിക്കലാണ്, മാറി നിൽക്കലാണ് നമ്മുടെ ഹിജ്റ. അതാണ് നമ്മുടെ ഹിജ്റ. നമ്മുടെ ഹിജ്റ അതാണ്. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക, വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കുക, അധർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ലഹരി നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്.
വരികയാണ് സഹോദരങ്ങളെ. അതിനെപ്പറ്റി ന്യൂസ് നമ്മൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, വായിക്കുമ്പോൾ ഏതൊരു മുസ്ലിമാ സങ്കടപ്പെടാത്തത്? ദീന് കൊണ്ട് നടക്കുന്ന ഏത് മുസ്ലിമാ സങ്കടപ്പെടാത്തത്? പത്രക്കോളങ്ങളിൽ ചിത്രങ്ങളായി വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളുടെ ചിത്രമാണ്, മുസ്ലിം ചെറുപ്പക്കാരുടെ ചിത്രമാണ്. എന്തു പറ്റി നമ്മുടെ ചെറുപ്പക്കാർക്ക്? അവരോട് പറയണത് ഹിജറയുടെ പാഠം പഠിച്ച് ഹിജറ പോകാനാണ് പറയണത്. ലഹരിയിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, അത്തരം വൃത്തികളിൽ നിന്ന് ഹിജറ പോകാൻ, മാറി നിൽക്കാൻ സഹോദരങ്ങളെ നമുക്കൊരു ബാധ്യതയുണ്ട്. ശക്തമായി നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. നമ്മുടെ നാടിനെ ലഹരിയുടെ വൃത്തികേടിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന്, അതിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഈ നാടിനെ രക്ഷിക്കണം. ചെറിയ മക്കളാണ്, ചെറിയ പൊടി ഉപയോഗിച്ചിട്ട് അത്തരം ഒരു MDMA ചെറുങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് അവൻ ആരായിന്നറിയോ? MDMA വലിയ കച്ചവടക്കാരനായി, സാമ്പത്തികമായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോ അത് കൊണ്ടു നടക്കുന്നവനായി മാറി. എത്ര ചെറുപ്പക്കാരാണ് സഹോദരങ്ങളെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട്, നമ്മുടെ ദൗത്യമാണ് ഈ മഹല്ലിനെ കാത്തുരക്ഷിക്കുക എന്നുള്ളത്. ലഹരിയുടെ പിടിമുറുക്കിൽ നിന്ന്, യുവത്വം കാലിടറുന്ന ആ ലഹരിയിൽ നിന്ന് നമ്മുടെ മക്കളെയും നമ്മുടെ യുവാക്കളെയും, ചെറുപ്പക്കാരെ നിങ്ങൾ കേൾക്കണില്ലേ, അവരെ കാത്തുരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഉത്ബോധനങ്ങൾ സംഘടിപ്പിക്കണം, അതിനുവേണ്ടി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം, അതിനുവേണ്ടി സൗഹൃദ സന്ദർശനങ്ങൾ നടക്കണം. യുവാക്കളെ എങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ദീന് ലഹരിയാക്കാൻ അവരോട് പറയണം, നമസ്കാരം ലഹരിയാക്കാൻ അവരോട് പറയണം. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ നയിക്കലും, ജിഹാദിലേർപ്പെടലും, അതേപോലെ തന്നെ പാവപ്പെട്ടവനെ സഹായിക്കലും, പാവപ്പെട്ടവൻ ചികിത്സയിൽ കഴിയുന്ന, രോഗത്തിൽ കഴിയുന്ന ആ മനുഷ്യന്റെ അടുത്തു പോയിട്ട് അവനിക്ക് ഒരു നേരത്തെ ഗുളികൾക്ക് വാങ്ങാനുള്ള പൈസ എത്തിച്ചു കൊടുക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ലഹരിയാണെന്ന് യുവാക്കളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എന്റെ യുവാക്കളെ, നമ്മൾ മുന്നോട്ട് വരണം. നമ്മുടെ ഹിജറയത ആ ലഹരിയിൽ നിന്ന് മാറി നിൽക്കലാണ്. നമ്മുടെ ഹിജറയത പിശാചിന്റെ കുയലൂത്തായ സംഗീതത്തിൽ നിന്നും സിനിമയിൽ നിന്നും മാറി നിൽക്കലാണ് നമ്മുടെ ഹിജറ. നമ്മുടെ ഹിജറയത നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആഭാസവും ആർഭാടവുമായ വൃത്തികേട് മാത്രം ഇന്ന് അരങ്ങ് തകർക്കുന്ന ആ വിവാഹ സുദിനങ്ങളെ ലളിതമാക്കലാണ് നമ്മുടെ ഹിജറ. സഹോദരങ്ങളെ, നമ്മുടെ ഹിജറയത ഉമ്മാനെ വിഭജിക്കുന്നതിന് സമാനമായ, നിക്കാഹ് ചെയ്യുന്നതിന് സമാനമായ പലിശ ജീവിതത്തിൽ തൊടാതിരിക്കലാണ് നമ്മുടെ ഹിജറ. നമ്മുടെ ഹിജറയത നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പയോട്, ഉമ്മയോട് ചേ എന്ന വാക്കുപോലും പറയാതെ, അവരോട് എതിർത്ത് സംസാരിക്കാതെ, അവരോട് അനുസരണക്കേട് കാണിക്കാതെ മുന്നോട്ട് പോകലാണ് സഹോദരങ്ങളെ നമ്മുടെ ഹിജറ. ഏതാണ് നമ്മുടെ ഹിജറ? നമ്മുടെ ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരു അവിഹിതം കൊണ്ട് നടക്കാതിരിക്കലാണ്. നമ്മുടെ ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരു അവിഹിതം കൊണ്ട് നടക്കാതിരിക്കലാണ് നമ്മുടെ ഹിജറ എന്ന് മനസ്സിലാക്കി സകല ഹറാമുകളിൽ നിന്നും മാറി നിന്ന് ഒരു ത്യാഗിയായ മനസ്സോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി മുൻഗാമികൾ സഹിച്ച ആ ത്യാഗം നമുക്ക് സഹിക്കാൻ ആവില്ലെങ്കിലും സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി അതിനെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ചെറുതും വലുതുമായ ഒട്ടേറെ പാപങ്ങൾ ചെയ്തവരാണ് റബ്ബേ. എല്ലാ പാപങ്ങളും നീ നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. നിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന ഈ ദീനിനെ ത്യാഗിയായ ഒരു മനസ്സോടുകൂടി എല്ലാ മേഖലയിലും ദീനനുസരിച്ച് ജീവിച്ച് മുന്നോട്ടു പോകാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. സകലമാന തിന്മകളിൽ നിന്നും, വൃത്തികേടിൽ നിന്നും, അധർമ്മങ്ങളിൽ നിന്നും, വേണ്ടാത്തരങ്ങളിൽ നിന്നും, തിന്മയുടെ മാതാവ് ലഹരിയിൽ നിന്നും അല്ലാഹുവേ നമ്മുടെ നാടിനെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ മക്കളെയും, നമ്മുടെ യുവാക്കളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. മാരകമായ രോഗത്തെ തൊട്ട്, അപകട മരണത്തെ തൊട്ട്, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അല്ലാഹുവേ നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഈമാനോടുകൂടി നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെ നീ സ്വർഗ്ഗപൂന്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണേ അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. നാം ജീവിക്കുന്ന ഈ നാടിന്റെ ഐക്യവും സമാധാനവും സന്തോഷവും എല്ലാ നിലക്കും നീ എപ്പോഴും നിലനിർത്തി അനുഗ്രഹിക്കണേ
അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയോ മുസ്ലിമീങ്ങളുണ്ട് അല്ലാഹുവേ, നീ അവർക്ക് നിന്റെ രക്ഷ നൽകണേ അല്ലാ, അവർക്ക് നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ, അവർക്ക് നിന്റെ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ